ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളെ ദരിദ്രനാക്കുന്ന കുറച്ച് ശീലങ്ങളെ കുറിച്ചാണ്. നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്ന എപ്പോഴാണ്? നമ്മളോട് ആരെങ്കിലും കടം ചോദിക്കുമ്പോൾ അല്ലേ? കടം ചോദിക്കുമ്പോൾ സമയത്ത് നമ്മളെല്ലാം നമ്മുടെ ദാരിദ്ര്യങ്ങളും പറയും. അവിടെ പൈസ ഇല്ല, അവിടെ ചെലവ്, ഇവിടെ ചെലവ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മുടെ ദാരിദ്ര്യം, നമ്മുടെ പാവത്തരം, നമുക്ക് പൈസ ഇല്ലാത്തൊരു അവസ്ഥ നമ്മൾ എന്താക്കും? പറയും ആളുകളോട്. അപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഒരു പാവപ്പെട്ട ഒരാളായിട്ട് മാറുന്നത്. ഇത്തരത്തിലുള്ള നമ്മുടെ കുറച്ച് ശീലങ്ങൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളൊരു സാലറി വാങ്ങുന്ന ആളാണ്. മുൻ മാസം കിട്ടിയ സാലറി നോട്ട് ചെയ്ത് വെക്കുക ഒരു ബുക്കിൽ. അതുപോലെ തന്നെ മുൻ മാസം നമുക്കുണ്ടായ ചെലവുകളും നോട്ട് ചെയ്ത് വെക്കുക. ഇത്തരത്തിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ആ മാസം കിട്ടിയ വരവിനേക്കാൾ കൂടുതലാണോ നമുക്കുണ്ടായ ചിലവ്? ഒരു 30,000 റുപ്പീസ് സാലറി കിട്ടുന്ന ഒരാൾക്ക് 25,000 റുപ്പീസോ അല്ലെങ്കിൽ 20,000 റുപ്പീസോ ചിലവ് വന്നു എന്ന് പറയുമ്പോൾ ആ ആളുടെ വരുമാനത്തിൻ്റെ പകുതി മുക്കാൽ ഭാഗത്തോളം ചിലവിലേക്ക് പോയി. ചിലപ്പോൾ അപ്രതീക്ഷിതമായി വന്ന ചിലവുകൾ കാരണമായിരിക്കാം. ഇപ്പോൾ പുതിയതായിട്ട് ജോലിക്ക് ജോയിൻ ചെയ്തിട്ടുള്ള ആളുകളോട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് തന്നെ സാലറി കിട്ടുമ്പോൾ ഒരു ചെറിയ തുക സേവിങ്ങിലേക്ക് മാറ്റിവെക്കുക, ഒരു ചെറിയ തുക നമ്മുടെ ചിലവിന് വേണ്ടി മാറ്റിവെക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു ചിലവിലേക്ക് വേണ്ടി മാറ്റിവെച്ച ആ തുക കൊണ്ട് തന്നെ മാക്സിമം നിങ്ങളുടെ ചിലവുകൾ തീർക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു എമൗണ്ട് സേവ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, ഈ മാസം വന്ന ചിലവ്, ഈ മാസം വന്ന വരവ്. ഓക്കെ, ഈ മാസം വന്ന വരവിനേക്കാൾ കൂടുതൽ നമ്മൾ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് എന്താക്കുക? അതവിടെ പിടിക്കുക. നമുക്ക് അനാവശ്യമായിട്ടുള്ള എന്ത് ചിലവാണ് ഉണ്ടായിട്ടുള്ളത് ആ ചിലവുകൾ നമ്മൾ മാറ്റി വയ്ക്കുക, എന്നിട്ട് അത് സേവിങ്ങിലേക്ക് വെക്കുക. ഓക്കെ, അപ്പോൾ ചിലവിലേക്ക് നിങ്ങളൊരു തുക മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടി ആ ചിലവ് അത്രയും ചിലവായില്ലെങ്കിൽ അതിലും ബാലൻസ് വരും. അത് നെക്സ്റ്റ് മന്തിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ ആ മാസം കിട്ടിയ സാലറി ഈ കഴിഞ്ഞ മാസത്തെ ചിലവിൽ ബാക്കി വന്ന എമൗണ്ടും പ്ലെഡ്ജ് ചെയ്ത് അതും ചിലവിലേക്ക് മാറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാൻ വേണ്ടി നമുക്ക് പെട്ടെന്ന് തന്നെ സാധിക്കും. നമുക്ക് നമ്മുടെ വരവിനെയും ചെലവിനെയും കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ പകുതി ദാരിദ്ര്യവും മാറിക്കിട്ടും. അപ്പോൾ മുൻ മാസത്തെ ചെലവും മുൻ മാസത്തെ വരുമാനവും ചെക്ക് ചെയ്ത് വരവ് ചെലവിനെ കുറിച്ച് ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. വരവ് ചെലവ് കണക്കുകൾ എഴുതി വെക്കുക. ഇത്തരത്തിലുള്ള ശീലം നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ നിങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളിൽ ഉണ്ടാകും. അടുത്തൊരു കാര്യം, സാലറി കിട്ടുന്ന ആളാണെങ്കിൽ നമ്മൾ സാലറി വാങ്ങിച്ചു, ഇപ്പോൾ മന്തിൻ്റെ ഫസ്റ്റ് തന്നെ സാലറി കിട്ടി, ഒരു 10-12 ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ സാലറി ഫുൾ തീർന്നു അല്ലെങ്കിൽ പകുതിയോളം തീർന്നു എന്ന് വിചാരിക്കും. പിന്നെ നമ്മൾ ഓടിക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ആ ബാക്കിയുള്ള ദിവസങ്ങളിലേക്കുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കടം വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിൽ ചെയ്യുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എല്ലാ മാസവും ഇത്തരത്തിൽ നമ്മൾ സാലറി കിട്ടി പകുതിക്ക് മുന്നേ തന്നെ സാലറിയുടെ പകുതി എമൗണ്ടുകളും നമ്മൾ ചിലവിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ഉണ്ടാവില്ല. ലാസ്റ്റ് നമ്മുടെ മന്ത്, ആ ഒരു മന്ത് മാത്രം നമുക്ക് ഓടിച്ചാൽ പോരാ. നമുക്ക് ആ സാലറിയിൽ നിന്ന് സേവിങ്ങിലേക്ക് മാറ്റി വെച്ച് നമ്മുടെ ആ ഒരു ഇയറിലേക്ക് തന്നെ നമ്മളൊരു സേവിങ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ സാലറി മൊത്തം ഒരു ചിലവിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ സേവിങ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ചിലവുകൾ കൂടും, നമ്മുടെ ദാരിദ്ര്യം കൂടും. അപ്പോൾ എന്താക്കുക? സാലറി കിട്ടുമ്പോൾ തന്നെ ഒരു ചെറിയ തുക, ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിൽ ഉൾപ്പെട്ടതാണ് ഇതും, ചെറിയ തുക സേവിങ്ങിലേക്ക് മാറ്റി വയ്ക്കുക, ചിലവിലേക്ക് മാറ്റി വയ്ക്കുക. ആ ചിലവിലേക്ക് മാറ്റി വെച്ച തുക മാത്രം നിങ്ങൾ എടുക്കുക, അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ആ ഒരു മാറ്റി വെച്ച തുകയിൽ തീരണം ആ മാസത്തെ ചിലവുകളെല്ലാം. അപ്രതീക്ഷിതമായി വരുന്ന ചിലവുകൾക്ക് നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. മാക്സിമം നിങ്ങൾ എന്താക്കുക? ആ ചിലവിലേക്ക് മാറ്റി വെച്ച തുക സേവിങ്ങിലേക്ക് വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ മാസം അത്രയും ചിലവ് വരില്ലായിരിക്കാം. അപ്പോൾ ആ ചിലവിലേക്ക് വേണ്ടി മാറ്റി വെച്ച തുകയിലും ബാക്കിയും ഉണ്ടായിരിക്കും. ആ തുകയും അടുത്ത മാസത്തേക്ക് മാറ്റി വെച്ചാൽ മതി. അപ്പോൾ അതിലും നിങ്ങൾക്ക് ആ ചിലവിലേക്ക് വെച്ച് മാറ്റി വെച്ച തുകയിലും നിങ്ങൾക്ക് എന്താവും? സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ചിലവുകൾ ഉണ്ടായില്ലെങ്കിൽ പിന്നെ അവിടെ മണി ബാലൻസ് ഉണ്ടാവുമല്ലോ. സോ നിങ്ങൾക്ക് അതും ഒരു സേവിങ്ങിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. സാലറി കിട്ടിയ തുക ഫസ്റ്റ് തന്നെ ചിലവിലേക്ക് വേണ്ടി ഒരു തുക, നിങ്ങളുടെ ചിലവ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക, എന്നിട്ട് ആ ഒരു തുക മാറ്റി വെച്ചേക്കുക. ഇനി അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇമ്പൾസീവായിട്ടുള്ള പർച്ചേസസ്, അതായത് ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ കുറേ സാധനങ്ങൾ ഉണ്ടാവും. അപ്പോൾ കുറേ സാധനങ്ങൾ നിങ്ങളോട് ഞാൻ പറയുകയാണ്, ആ സാധനങ്ങളെല്ലാം പുറത്തേക്ക് എടുത്തിട്ടെന്ന് പറയുകയാണ്. എന്നിട്ട് ആ പുറത്തേക്ക് ഇട്ട സാധനങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഉള്ളിലേക്ക് കയറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ പുറത്ത് തന്നെ കിടക്കും. കാരണം കുറേ ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആവശ്യമില്ല എന്ന് തോന്നുന്ന സാധനങ്ങൾ വാങ്ങാതിരിക്കുക. നമ്മുടെ ജോലിയുടെ ഒരു തുടക്കത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ നമ്മൾ വാങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. അത് നമ്മുടെ വീടിൻ്റെ ഒരു മൂലയ്ക്ക് കിടക്കുമായിരിക്കും, ഒരു യൂസും ഇല്ലാണ്ട്.
അപ്പോൾ അത്തരത്തിലുള്ള സാധനങ്ങൾ വാങ്ങാണ്ടിരിക്കുക. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങി നമ്മുടെ പൈസ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദാരിദ്ര്യം കൂടുകയേ ഉള്ളൂ. നമുക്ക് പെട്ടെന്നൊരു ചിന്ത വരികയാണ്, ഇത് നമ്മൾ ഷോപ്പിൽ കണ്ടു, ഇത് വാങ്ങിച്ചേക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഡ്രസ്സ് കണ്ടു, ഓക്കെ ഇത് ഇപ്പോൾ തന്നെ വാങ്ങിച്ചേക്കാം. അപ്പം അത്തരത്തിലുള്ള പെട്ടെന്നുള്ളൊരു ചിന്താഗതി അല്ലെങ്കിൽ പെട്ടെന്നുള്ളൊരു ചിന്ത കൊണ്ട് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ ക്യാഷ്, നമ്മൾ എത്രയെന്നൊന്നും ചിന്തിക്കുന്നില്ല, നമ്മുടെ ക്യാഷ് അവിടെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അനാവശ്യമായ സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ച് കൂട്ടാണ്ടിരിക്കുക. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വാങ്ങുക. കുറച്ച് സേവിങ് ഒക്കെ അതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. പക്ഷെ തുടക്കത്തിൽ നമ്മൾ എന്താക്കുക, ഇത്തരത്തിലുള്ള അനാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാതിരിക്കുക, ഇമ്പൾസീവായിട്ടുള്ള പർച്ചേസ് നടത്താതിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ മാറ്റേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു സാലറി വാങ്ങുന്ന ആളാണെങ്കിൽ നമ്മൾ ആ സാലറി കിട്ടിയതിന് ശേഷം നമ്മുടെ ചിലവുകളൊക്കെ കഴിഞ്ഞ് വരുന്ന തുക നമ്മൾ സേവിങ്ങിലേക്ക് മാറ്റി വെക്കാമെന്നൊരു ചിന്താഗതി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. നിങ്ങൾ തന്നെ അത് ചിന്തിച്ചാൽ മതി. നമ്മുടെ മുൻ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ മുൻ മാസങ്ങളിലോ നമ്മൾ അത്തരത്തിലാണ് പൈസ മാറ്റി വെച്ചതെങ്കിൽ നമ്മുടെ കയ്യിൽ എത്ര സേവിങ് ഉണ്ട് എന്നുള്ളതൊന്നും നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ ചിലവ് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു തുക നമ്മൾ സേവിങ്ങിലേക്ക് മാറ്റി വയ്ക്കാമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അത് നടക്കുന്ന കാര്യമില്ല. കാരണം നമുക്ക് കൂടുതൽ ചിലവാണ് ഉണ്ടാവുന്നത്. സേവിങ്ങിലേക്ക് നമ്മൾ മാറ്റി വയ്ക്കണം എന്നുള്ള കാര്യം ചിന്തിക്കുകയില്ല. അപ്പോൾ എന്താണോ ബാക്കി ബാലൻസ് വരുന്നത്, ഇപ്പോൾ 30,000 rupees സാലറി ഇടുന്ന ഒരാൾക്കാണെങ്കിൽ ഫുൾ എമൗണ്ട് 27,000 rupees ചിലവിലേക്ക് പോയി ബാക്കി വരുന്ന ആ 3,000 rupees മാത്രം സേവിങ്ങിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിലൊരു കാര്യമുള്ളത്? അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യാണ്ടിരിക്കുക. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ സേവിങ്ങിലേക്ക് ആദ്യം മാറ്റി വയ്ക്കുക, ചിലവിലേക്കും ഒരു എമൗണ്ട് മാറ്റി വയ്ക്കുക. ആ ചിലവിലേക്ക് മാറ്റി വെച്ച എമൗണ്ട് തന്നെ ആ ഒരു ചിലവിലേക്ക് എടുക്കുക. ആ സേവിങ്ങിലേക്ക് വെച്ചിട്ടുള്ള ആ എമൗണ്ട് തൊടാതിരിക്കുക. ഓക്കെ, തുടക്കത്തിൽ തന്നെ സാലറി കിട്ടുന്ന ആ ടൈം തന്നെ ആ ഒരു എമൗണ്ട് മാറ്റി വെച്ചേക്കുക. അപ്പോൾ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു 1 year ഒക്കെ ആകുമ്പോൾ നല്ലൊരു സേവിങ് തന്നെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. സേവിങ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും. അവർക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ള കാര്യം മടിയുള്ളൊരു കാര്യമാണ്. കാരണം അതിൻ്റെ റിട്ടേൺ ശ്രദ്ധിക്കണം, അത് വാച്ച് ചെയ്യണം, അത് മോണിറ്റർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ മടി കാരണം ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളുകളുണ്ട്. അപ്പോൾ നമ്മൾ സേവിങ്ങിലൂടെ മാത്രം നമുക്കൊരു നല്ലൊരു പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൂടി നടത്തിയിട്ടുണ്ടെങ്കിലാണ് നമുക്ക് കുറച്ചും കൂടി നമ്മുടെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ മ്യൂച്വൽ ഫണ്ടിലും സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെയാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫണ്ട് മാനേജർക്കാണ് നിങ്ങളുടെ തുക ഇൻവെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നതെങ്കിൽ, അപ്പോൾ അത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫണ്ട് മാനേജറാണ് നിങ്ങളുടെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പല സോഴ്സസിലായിട്ട് പല സ്കീമുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലൂടെയൊക്കെ നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് തന്നെ ഏൺ ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇനി നിങ്ങൾ സ്വന്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ മ്യൂച്വൽ ഫണ്ട്സിലൂടെയും സ്റ്റോക്ക് മാർക്കറ്റിലൂടെയൊക്കെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ തന്നെ നിങ്ങളുടെ വരുമാനത്തിൽ കൂടുതൽ നിങ്ങൾക്ക് തുക ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങൾ താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. സേവിങ് മാത്രമല്ല ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി നടത്തുക. ഇനി നിങ്ങൾ അടുത്തായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെല്ലാവരും കടം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതെല്ലാം തിരിച്ചു കൊടുക്കാനുള്ളതാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടായിരിക്കണം. അതായത് നമുക്ക് തിരിച്ചു കൊടുക്കേണ്ടതല്ല എന്നുള്ളൊരു ബോധത്തോടു കൂടി കടം വാങ്ങിച്ച് ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി, അത് കൊടുക്കാൻ വേണ്ടി അടുത്തൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി, അത് കൊടുക്കാൻ വേണ്ടി അടുത്തൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി, ഇത്തരത്തിൽ നിങ്ങൾ റോൾ ചെയ്ത് കടം തിരിച്ചു കൊടുക്കാനുള്ളതാണ് എന്നുള്ളൊരു ചിന്ത പോലും ഇല്ലാതെ കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയൊരു ദാരിദ്ര്യത്തിലേക്കായിരിക്കും പോകുന്നത്. കാരണം നമ്മൾ വാങ്ങിച്ച കടങ്ങളെല്ലാം ആ ആൾക്ക് തിരിച്ചു കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ആ തിരിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ള വരുമാനം ഉണ്ടോ, നമുക്ക് അത്തരത്തിൽ വരുമാനം കിട്ടുന്നുണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ അത്തരത്തിൽ കടം വാങ്ങുന്നതിന് വേണ്ടി. നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ അപ്പം കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചു കൊടുക്കാനും ബാധ്യതയുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഈവൻ ബാങ്കുകളിൽ നിന്നൊക്കെ ലോൺ കൊടുക്കുന്നുണ്ടെന്ന് പറയും. ബാങ്കുകാരൊക്കെ നിങ്ങൾ അപ്രോച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളത് അവരുടെ കയ്യിൽ നിന്ന് ലോൺ വാങ്ങുന്നു, പക്ഷെ അത് തിരിച്ചടയ്ക്കണം എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി വെക്കണം. തിരിച്ചടക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പൈസ, നമുക്ക് അതിനുള്ളൊരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ അത്തരത്തിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരിച്ചടയ്ക്കുകയും വേണം. അല്ലാണ്ട് ഇതൊരു വലിയൊരു ബേർഡൻ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കടം തിരിച്ചു കൊടുക്കാണ്ട് കടം കൂടി വലിയൊരു ബേർഡൻ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വലിയൊരു ദാരിദ്ര്യത്തിലേക്കായിരിക്കും പോകുന്നത്. അത്തരത്തിലുള്ള പല സംഭവങ്ങളും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും നമ്മുടെ അടുത്തറിയാവുന്ന ആളുകളിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ചിട്ടുള്ള നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പുള്ള തുകകൾ നിങ്ങൾ കടമായിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയല്ല, നിങ്ങൾ മാക്സിമം കടം വാങ്ങാണ്ടിരിക്കുക. നമ്മുടെ വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന ആ തുക കൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ നടത്തുക. പിന്നെ നമുക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും, നമുക്ക് അതിനുള്ളൊരു ഇൻകം സോഴ്സ് ഉണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മൾ വാങ്ങുക.
കടം വാങ്ങിയത് കറക്റ്റ് സമയത്ത് തിരിച്ചു കൊടുക്കുകയും ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആ ഒരു ഭാരം, ആ ഒരു പൈസ അടയ്ക്കാനുള്ളൊരു ഭാരം ഒഴിവായി കിട്ടും. അപ്പോൾ ആ ഒരു ശീലം മാറ്റി വയ്ക്കുക. നിങ്ങൾ കടം വാങ്ങുമ്പോൾ തിരിച്ചു കൊടുക്കാനുള്ളൊരു ബോധം ഉണ്ടാവുക. മാക്സിമം കടം വാങ്ങാതിരിക്കുക. കിട്ടുന്ന വരുമാനത്തിനനുസരിച്ചുള്ള തുക മാത്രം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ കടം വാങ്ങിക്കുക, അത് കറക്റ്റ് സമയത്ത് തിരിച്ചു കൊടുക്കുകയും ചെയ്യുക. ഈ ഒരു ശീലം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പകുതി ഫിനാൻഷ്യൽ പ്രോബ്ലംസും മാറിക്കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ജീവിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ കണ്ട് അതുപോലെ ആകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത്. അത് രണ്ട് രീതിയിലാണ്. മറ്റുള്ളവരെ കണ്ടിട്ട് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യാനല്ല വേണ്ടത്. അവരിപ്പോൾ നല്ല രീതിയിലാണ് ജീവിക്കുന്നതെങ്കിൽ നമ്മളും നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അല്ലാണ്ട് അവർ ജീവിക്കുന്ന ആ സാഹചര്യങ്ങൾ തന്നെ നമ്മുടെ ലൈഫിലും കൊണ്ടുവരണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ വേണ്ടി പാടില്ല. അപ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമ്മൾ ജീവിക്കാതിരിക്കുക. ഇപ്പം നമുക്കൊരു വീട് വേണം. നമ്മളൊരു നോർമലി ഒരു 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് ജീവിക്കാൻ പറ്റുന്നൊരു വീടുണ്ടെങ്കിൽ ഒരു നോർമൽ വീടാണ്. പക്ഷെ നാട്ടുകാരെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താ നമ്മൾ കുറച്ചുകൂടി പോഷായിട്ടുള്ള വീട് പണിയുന്നു. അപ്പോൾ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യത്തിന് വേണ്ട ഒരു വീട് എന്ന് പറയുന്നത് ഒരു മിതമായൊരു വീടായിരിക്കാം. അപ്പോൾ അതിൻ്റേതായ ചിലവ് വരുള്ളൂ. പക്ഷെ നമ്മൾ ആളുകളെ കാണിക്കാൻ വേണ്ടി ഒരു വീട് പണിയുമ്പോൾ അത് കുറച്ചും കൂടി വിശാലമായിരിക്കും. നമ്മൾ കുറച്ചും കൂടി പൈസ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ വരുമാനത്തിനേക്കാൾ കൂടുതൽ എമൗണ്ട് അതിനകത്തേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് അവിടെ ദാരിദ്ര്യമല്ലേ നമ്മളെ മുന്നോട്ട് കാണുന്നത്. ആളുകളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇൻകംത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. നമ്മുടെ വീട്ടിലൊരു വാഹനം വേണം, നമുക്ക് പോകാൻ വേണ്ടി ഒരു വാഹനം വേണം. അത് ആ ഒരു വരുമാനത്തിൽ ഒതുങ്ങുന്ന, നമ്മുടെ വീട്ടിലെല്ലാവർക്കും പോകാൻ വേണ്ടി പറ്റുന്ന തരത്തിലുള്ളൊരു വാഹനം മതി. ആളുകളെ കാണിക്കാൻ വേണ്ടി വലിയ വാഹനം വാങ്ങിച്ച് അതിന് ഇൻഷുറൻസും അതിന് ടാക്സസും ഒക്കെ അടച്ചു വരുമ്പോഴേക്കും നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് തന്നെ പോകും. അതിനുള്ള വരുമാനം നമുക്ക് ഇല്ലെങ്കിൽ, അതിനുള്ള വരുമാനം നമുക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ തുടക്കക്കാരായ ആളുകൾ എല്ലാവരും ഇത്തരത്തിലുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇല്ലാത്ത പൈസ ചെലവാക്കി നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കുക. എന്നിട്ട് നമ്മുടെ സാഹചര്യങ്ങൾക്ക് വേണ്ടി അനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യാം. അപ്പോൾ തന്നെ നമ്മൾ കൂടുതലും ഒരു പാവപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മൾ പോകാതെ ഇരിക്കും. അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ജോലിയുണ്ട്, അതിൽ നിന്ന് നമുക്കൊരു ഇൻകം കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ ഒരു ഇൻകത്തെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ പാടില്ല. നമുക്ക് ആ ഒരു ജോലി എപ്പോഴും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ വലിയ ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഒരു പ്രൈവറ്റ് ഫേമിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ആ ഒരു ജോലി ഉള്ളപ്പോൾ തന്നെ നമ്മൾ വേറൊരു എക്സ്ട്രാ നമുക്കൊരു വരുമാനം കിട്ടുന്ന ഒരു കാര്യം കൂടി ചെയ്യുക. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾക്ക് പലരുമായിട്ട് പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അവിടുത്തെ മാനേജ്മെൻറ്റായിട്ട്, അവിടുത്തെ സ്റ്റാഫുകളൊക്കെ ആയിട്ട് പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ നമുക്ക് ആ ഒരു ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ എന്താ ചെയ്യുക, പുതിയൊരു ജോലി അന്വേഷിക്കും. പക്ഷെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ, സ്പോട്ടായിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കൊരു പുതിയ ജോലി കിട്ടണമെന്നില്ല. അതിന് കുറച്ച് താമസം വരും. ആ ഒരു കാലയളവിൽ നമുക്ക് ഇൻകം ഉണ്ടാവില്ല, നമുക്ക് ജീവിക്കാനുള്ള ഒരു വരുമാനം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ജോലി ചെയ്യുമ്പോൾ, നമ്മളൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു എക്സ്ട്രാ ഒരു ഇൻകം കിട്ടുന്ന ഒരു തരത്തിലുള്ളൊരു കാര്യം കൂടി നമുക്ക് ചെയ്യാം. പലരും പല കാര്യങ്ങൾ, നമുക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടുള്ള നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ കൃഷി ചെയ്യാം, കൃഷി ചെയ്ത് അതിലൂടെ ഇൻകം ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ്സസ് ചെയ്യാം. നമ്മൾ ജോലിയോടൊപ്പം തന്നെ നമുക്ക് പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്കൊരു ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ഒരു വരുമാനത്തെ മാത്രം ആശ്രയിക്കാണ്ട് മറ്റൊരു വരുമാനം കൂടി കിട്ടുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു വരുമാനത്തെ മാത്രം ആശ്രയിച്ചിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ഒരു ജോലി നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ദാരിദ്ര്യത്തിലേക്കായിരിക്കും പോവുക. പെട്ടെന്ന് നമ്മളെ പൈസ ഇല്ലാത്തൊരവസ്ഥ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മളൊരു എക്സ്ട്രാ നമുക്കൊരു വരുമാനം കിട്ടുന്ന ഒരു സോഴ്സും കൂടി നമ്മൾ കണ്ടെത്തി വെക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് വലിയൊരു മാറ്റം നമുക്കുണ്ടാവും. നമ്മളൊരു ദാരിദ്ര്യത്തിൽ നിന്നും നമുക്ക് കുറച്ച് ഫിനാൻഷ്യലി സ്റ്റേബിളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഞാനൊരു ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ കയറി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സപ്പോർട്ട് ആവശ്യമുണ്ടെങ്കിൽ താഴെ ഒരു വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട്. ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ത്രൂ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. നമുക്ക് എപ്പോഴും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിരിക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഫിനാൻഷ്യലി സ്റ്റേബിളായി മുന്നോട്ട് പോവുക. അപ്പോൾ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫ്രണ്ട്സ്.